പൊന്നാനിയിലെ മിന്നുന്ന ലീഡിനു പിന്നാലെ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലി. കഴിഞ്ഞ 2.5 വർഷം മണ്ഡലത്തിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. CPMലെ ആഭ്യന്തര കലഹവും വോട്ടായി മാറിയെന്നും VD സതീശന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് UDFന്റെ മുന്നേറ്റത്തിന് പിന്നിലെന്നും നൌഷാദ് അലി വ്യക്തമാക്കി. പൊന്നാനിയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അത് വോട്ടെണ്ണലിൽ പ്രതിഫലിച്ചുവെന്നും നൌഷാദ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാനിത് ആദ്യമായിട്ട് എല്ലാ പുകഴും ഇരൈവനുക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇതൊരു പൊന്നാനി ആയതുകൊണ്ട് ഇതൊരു സാംസ്കാരിക പൈതൃകമുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാവേണ്ട ഒരു സ്ഥലമാണ് പൊന്നാനി. അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊരു പഴയ കാക്കാജിയുടെ സിനിമയിൽ ദാഗ് എന്ന സിനിമയിലൊരു ഡയലോഗ് പറയാനുണ്ട്. ഇസ്സത്തേം ഷൗറത്തേം ഉൽഫത്തേം ചാഹത്തേം सब कुछ इस दुनिया में रहता नहीं. आज मैं हूँ यहाँ, कल कोई और था, वो भी एक दौर था, ये भी एक दौर है എന്ന് കാക്കാജി, ഇന്ത്യൻ സിൽവർ സ്ക്രീനിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ് കാക്കാജി. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ജനാധിപത്യ മാതൃക ഇവിടെ ഉയർത്തിപ്പിടിക്കുമെന്ന വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും എല്ലാ പൊന്നാനിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ സങ്കുചിതത്വങ്ങൾക്ക് അതീതമായ ഒരു നെഹ്റുവിയൻ ജനാധിപത്യ മാതൃക ഈ പൊന്നാനിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തെ വാനോളം പുകഴ്ത്താനും നൌഷാദ് അലി മറന്നില്ല. നിയമസഭയിൽ UDF 100 സീറ്റ് നേടുമെന്ന് സതീശൻ പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ധാരണയോടെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് തുടക്കം മുതലേ പറഞ്ഞിരുന്നു 100 സീറ്റ് എന്നുള്ളത്. പലരും പരിഹസിച്ചിരുന്നു, കോൺഗ്രസിന്റെ പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ 100 എത്താൻ പോവാണ്, കടന്നു. അല്ല, ഇത് നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2021 പ്രതിപക്ഷ നേതാവിന് ശേഷം അദ്ദേഹം പറയുകയും അല്ലെങ്കിൽ അദ്ദേഹം നിരീക്ഷിക്കുകയും അദ്ദേഹം പ്രവചിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചുറ്റുപാട്. അത് വ്യത്യസ്തങ്ങളായ ഉപതെരഞ്ഞെടുപ്പുകളായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും പല പൊളിറ്റിക്കൽ നരേറ്റീവുകളായാലും ഒക്കെ അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രത്യേകിച്ചും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞതയുടെ വലിയൊരു നിദാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. ഞാനതിനകത്ത് എനിക്കൊരു സംശയാലും അല്ലായിരുന്നു ഇത്രയും സീറ്റുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇദ്ദേഹം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷൻ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒരു വിശദമായ ചർച്ചയിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കണം, കാരണം ഞാൻ അതിന് ആളല്ല. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? നറുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായ എന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.